സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ നീസിൻ്റെ വീട്ടിലായിരുന്നു കുറച്ച് ദിവസം. നീസ് എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററെ മോള്. അപ്പോൾ ആൾ സ്പെഷ്യലായിട്ട് ഫത്തയറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന ടൈമിൽ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഫത്തയർ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. ഇളം ചൂടുള്ള പാലിൽ ഈസ്റ്റും ഷുഗറും ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ, സാൾട്ട്, പിന്നെ പാൽപ്പൊടി, പിന്നെ ബേക്കിംഗ് പൗഡർ, മൈദ എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഡോ ഉണ്ടാക്കുക. എന്നിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ ടൈമിൽ നമുക്ക് അതിന് വേണ്ട ഫില്ലിങ് റെഡിയാക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക്, ചിക്കന്, കുറച്ച് ഓയിൽ, ഒനിയൻ, ക്യാപ്സിക്കം ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഓവർ കുക്കായി വരണ്ട, ജസ്റ്റ് ഒന്ന് ചിക്കനിലൊന്ന് വെന്ത് വരുന്നവരെ. ഇനി അതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല, പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, ചില്ലി ഫ്ലേക്ക്, പിന്നെ പാപ്രിക്ക പൗഡർ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫില്ലിംഗ് ആണ്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് പാസ്ലി ലീഫിൻ്റെ ഡ്രൈഡാണ് നമ്മൾ യൂസ് ചെയ്തത്. ഫ്രഷ് കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യുക. പിന്നെ ഒറിഗാനോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് മല്ലിയിലിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഫില്ലിങ്ങിൻ്റെ ഗ്രേവി എല്ലാം ഒന്ന് വറ്റി വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് മോസറല്ല ചീസും ഒറിഗാനോയും കൂടി മിക്സ് ചെയ്ത് വെക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ മാവ് ഓൾറെഡി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വലിയ ബോളാക്കിയിട്ട് കുറച്ച് നീളത്തിൽ പരത്തിയെടുക്കുക. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു സ്റ്റൈലിൽ. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നമ്മുടെ ഈ മോസറല്ല ചീസ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലയിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ അളവൊന്നും പറഞ്ഞിട്ടില്ല. അതെല്ലാം നമ്മൾ അളവിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അതിന് സൈഡിൽ നമ്മൾ മുട്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിലെല്ലാം ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഇനി വൈറ്റ് എള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫില്ലിങ്ങിൻ്റെ മേലിൽ കുറച്ച് മോസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 180 ഡിഗ്രിയിൽ OTG ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക ഒരു 10 മിനിറ്റ്. അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഫത്തയർ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്യുക. ഈവനിങ്ങിലെല്ലാം സ്നാക്കായിട്ടും ഇനി ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.